പരിപാടി ആരംഭിക്കുന്നതിന് മുന്നേ ഗ്രന്ഥകർത്താവിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം. ആരാണ് ഹാരിസ് ഒറ്റപ്പാലം? ബിസിനസ് ഉടമകളെയും ഡിജിറ്റൽ സംരംഭകരെയും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നതിനായി ഹീലിംഗ് സ്ലീപ്പ് എന്ന ശാസ്ത്രീയ രീതി വികസിപ്പിച്ചെടുത്ത ഒരു വിദഗ്ധൻ. തന്റെ ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കുന്ന ഹോണസ്റ്റി, ഹ്യൂമിലിറ്റി, ഹോപ്പ്ഫുൾനെസ്, ഹെൽപ്ഫുൾനെസ്, ഹാർമണി, ഹെഡ്ഫുൾ ലിവിംഗ്, ഹെൽത്ത് ആൻഡ് വൈറ്റലിറ്റി എന്നീ 7 അടിസ്ഥാന മൂല്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കരുത്ത്. സംരംഭകർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും വ്യക്തതയില്ലായ്മയ്ക്കും പരിഹാരം അവരുടെ ഉറക്കത്തിന്റെ ആഴത്തിലാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഡിസിപ്ലിൻഡ് ആക്ഷൻ വിത്ത് ക്ലാരിറ്റി എന്ന സവിശേഷമായ ഫ്രെയിംവർക്കിലൂടെ ആയിരക്കണക്കിന് ആളുകളെ ശാരീരികവും മാനസികവുമായ ഉന്നതിയിലേക്ക് നയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഹോപ്പ്, ഹെൽത്ത്, ഹാപ്പിനെസ് എന്ന തന്റെ ദർശനം, വിഷൻ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഔദ്യോഗികമായ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള ഹംസ സാഹിബിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ പരിചയപ്പെടുത്തി താങ്ക് യു മിസ്റ്റർ മുഹമ്മദ് ഫൗസി. എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. പേര് ഹംസ ഒറ്റപ്പാലം. ഞാൻ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുസ്തക രചയിതാവ് ഹാരിസ് പി ഒറ്റപ്പാലത്തിന്റെ ഉപ്പയാണ്. 2026 മെയ് 1 വെള്ളിയാഴ്ച ഏറെ സന്തോഷം നൽകുന്ന നിമിഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ സമയമുണ്ടായിട്ടും ഉറങ്ങാൻ പറ്റാത്തവരും സമയമില്ലാതെ ഉറങ്ങാൻ പറ്റാത്തവരും ആണല്ലോ. ഉറക്കം ഒരു വിശ്രമമാണ്. ആരോഗ്യത്തിന് ഉറക്കം നിർബന്ധമാണ്. യഥാസമയം ആ ഉറക്കത്തിലൂടെ ആന്തരിക അവയവങ്ങളിൽ റിപ്പയറുകൾ നടക്കുന്നുണ്ടെന്ന് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഗൗരവം കൊടുക്കുന്നുണ്ട് എന്നതാണ് ചോദ്യം. ഈ ഒരു അവസരത്തിൽ ഹാരിസ് ഒറ്റപ്പാലം തയ്യാറാക്കിയ ഗാഢമായ ഉറക്കം നേടിയെടുക്കാൻ 100 വഴികൾ എന്ന പുസ്തകം എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടും, ഉറക്കം ആസ്വാദനമുള്ളതാക്കി തീർക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പുസ്തകം ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ പ്രകാശനം ചെയ്യുന്നു. താങ്ക് യു ഹംസ സാഹിബ്. വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ പുസ്തകത്തിനുള്ളത്. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് അതിന്റെ ഉദ്ദേശ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് അതിന്റെ പ്രയാണം പൂർത്തിയാക്കാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനയോടും കൂടി നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സിസ്റ്റം ആൻഡ് ഡിജിറ്റൽ ലീഡർഷിപ്പ് മെന്റർ കൂടിയായിട്ടുള്ള പ്രവീൺ കാൽവിൻ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം ഇങ്ങനൊരു ഇവന്റിൽ ഒരുമിച്ച് കൂടാനായിട്ട് കഴിഞ്ഞതിൽ. സോ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു സ്ഥലത്താണെങ്കിൽ ബാക്കിയുള്ള ഓരോ മെമ്പേഴ്സും ആയിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള സ്ഥലത്താണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇതുപോലെ ഒരുമിച്ച് ഡിജിറ്റലി ആണ് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ പല ആൾക്കാരും തിരക്ക് പിടിച്ച് ഒത്തിരി കാര്യങ്ങളിൽ ബിസിയായി പോകുന്നുണ്ട്, കൂട്ടായ്മകൾ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശത്തോടു കൂടി ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷമാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു സമയത്തിൽ ഒരുമിച്ച് കൂടിയതിൽ നന്ദി അറിയിക്കുന്നു. കാരണം നമ്മൾ ഇതുപോലെയുള്ള കൂട്ടായ്മകളാണ്, ഒരുമിച്ച് ചേരലുകളാണ് വലിയൊരു നന്മയിലേക്ക് പോകാനായിട്ട് കഴിയുക. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്ന വലിയൊരു സാധ്യതയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഡിജിറ്റൽ ഫീൽഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോംസ് ലോകത്തിന്റെ ഏതെങ്കിലും അറ്റത്തിരിക്കുന്ന ഒരു വ്യക്തി കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല, ഭയങ്കരമായിട്ട് ടെൻഷനാണ്, ബിസിനസ്സിൽ അത്യാവശ്യം കാശുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു ടെൻഷനിലാണ്, പ്രയാസത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഡ്വർടൈസിങ് പരസ്യം ഫ്രണ്ടിലേക്ക് വരും. ആ പരസ്യത്തിൽ പറയുന്നത് ഇങ്ങനെയായിരിക്കും: കുറെ നാളുകളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നിങ്ങൾ മാനസികമായിട്ട് പ്രയാസത്തിലാണെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഹാരിസിനെ പോലെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരാളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്.
അല്പം കൂടെ കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ടെക്നിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖല എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനായി മാറിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് എത്ര മനോഹരമായിരിക്കും അല്ലെ? അപ്പോൾ ഇത് വലിയൊരു അവസരമാണ്, സാധ്യതയാണ് നമുക്ക് എല്ലാവർക്കും. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരുടെ പ്രോബ്ലത്തിന് ഒരു വലിയ സൊല്യൂഷനായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം ഇന്ന് കണക്ഷൻസ് വളരെ എളുപ്പമാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഒരു സമയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയൊക്കെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എത്ര പേര് യോജിക്കുന്നുണ്ട് എന്ന് ചാറ്റിലേക്ക് റെസ്പോണ്ട് ചെയ്യോ? നിങ്ങളുടെ റെസ്പോൺസ് ഇവിടെ നോക്കട്ടെ. നമ്മൾ മനസ്സിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രയാസത്തിലാണെങ്കിൽ ആ പ്രയാസം നമ്മുടെ മനസ്സിൽ വന്ന അല്പസമയത്തിനകത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരസ്യം കാണും അല്ലെ? ഇത് വലിയൊരു സാധ്യതയാണ്. അപ്പൊ ഈ ഒരു പരസ്യം നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വാട്സാപ്പിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓരോ ചാറ്റ് അടക്കം മുഴുവൻ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്നെക്കാൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. അപ്പൊ ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ ഒരുമിച്ച് സൂമിൽ ഇരിക്കുന്നത് പോലെ ലോകത്തിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരാളുടെയും പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ ഒത്തിരി ആൾക്കാർക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം ഇവിടെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മൈക്രോ നിഷിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്, അറിവുകളുണ്ട്. എന്നാൽ ഞാൻ വളരേണ്ട ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹാരിഷ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മൈക്രോ നിഷാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. പല ആൾക്കാരും എന്താ പറയുക, എല്ലാം ഉണ്ടെങ്കിലും ഉറങ്ങാൻ കഴിയുന്നില്ല. അത് കിട്ടുന്ന ആൾക്ക് അദ്ദേഹത്തിന് വിലമതിക്കാൻ കഴിയാത്തൊരു സൊല്യൂഷനാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ, ഞാനൊരു ബുക്ക് അയച്ചു തരാം, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ, എന്നിട്ട് എന്നെ ഒന്ന് തിരിച്ചറിയിക്കണേ എന്ന് പറയുകയും ആ ബുക്കിലൂടെ അദ്ദേഹത്തിന് നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് ഒരാൾ പറയുമ്പോൾ അത് എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഒരു കുടുംബത്തിലെ വലിയ സമാധാനത്തിന്റെ ഒരു വലിയ ദിശയാണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഒരു വ്യക്തി നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ആംഗ്രി, ദേഷ്യത്തിലേക്ക് വന്നേക്കാം, ഫാമിലിയെ ബാധിച്ചേക്കാം, ബിസിനസ്സിനെ ബാധിച്ചേക്കാം. പക്ഷെ ശാന്തമായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി നന്മകൾ പകർന്നു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന ഹാരിഷിനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മൈക്രോ നിഷ് കണ്ടെത്താൻ കഴിഞ്ഞതിലുള്ള വളരെയധികം സന്തോഷം അറിയിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മെറ്റ അഡ്വർടൈസിങ്സിലൂടെ ആ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് എത്തുക, അവർക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിലൂടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഒത്തിരി തിരക്ക് പിടിച്ച് ഓടി ഒത്തിരി എന്താ പറയുക ബിസി ലൈഫിൽ പോകുന്നവരെ അതിൽ നിന്ന് ഒരു ചെറിയൊരു സമാധാനത്തിലേക്കും നന്നായിട്ട് ഉറങ്ങി സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനായിട്ട്, ഡിജിറ്റലി ഇങ്ങനെ ഒരുമിച്ച് കൂടാനായിട്ട് സമയം മാറ്റി വെച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഞാൻ കാൽസോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് അദ്ദേഹത്തിന്റെ മൈക്രോ നിഷ് കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമുക്കൊക്കെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ കഴിയട്ടെ. താങ്ക് യു പ്രവീൺ സാർ, താങ്കളുടെ നല്ല വാക്കുകൾക്ക്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ലോ കേരള സഭ മെമ്പർ കൂടിയായിട്ടുള്ള അബ്ദുറൌഫ് കൊണ്ടോട്ടിയാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അബ്ദുറൌഫ് കൊണ്ടോട്ടി, ഖത്തറിൽ നിന്നാണ്. നമ്മുടെ പ്രിയങ്കരനായ ഹാരിസ് അദ്ദേഹം എപ്പോഴും ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ കൃത്യമായി പരിപോഷിപ്പിക്കുകയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊരു പുസ്തകമായി ഇറക്കുക എന്നുള്ളൊരു വലിയ ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്തു. അതിൽ അദ്ദേഹം വിജയിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രവാസത്തിന്റെ എല്ലാ ചൂടും ഭാവവും എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു പ്രവാസി ഭൂമികയിൽ നിന്ന് പറയുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൃത്യമായ ഉറക്കം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ നാം പുലർത്തുന്ന കാര്യങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാനാവും. നമുക്കറിയാം, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. നല്ല രൂപത്തിൽ അധ്വാനിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നന്നായിട്ട് ഉറങ്ങാനും സാധിക്കുക. അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ സൗഖ്യങ്ങളും അതിലേക്ക് വളരെ പ്രധാനമാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നതും ഉറക്കം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ
ഇന്നത്തെ ലോകം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളൊരു വെർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അടക്കമുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുക, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളുമെല്ലാം നമ്മുടെ തലയിൽ പേറുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. നമ്മുടെ കൂടുതൽ സമയവും ഒരു പക്ഷെ നാം ചെലവഴിക്കുന്നതും ഇത്തരം കാര്യങ്ങൾക്ക് നാം അറിയാതെ അടിമപ്പെട്ടു പോവുകയും പിന്നീട് നമ്മുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് വല്ലാതെ സംജാതമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവര് എല്ലാ കാര്യത്തെക്കുറിച്ചും കൂടുതൽ ഒരു ആക്സിസ്റ്റിയോട് കൂടി കാണുകയും അതുമായി അത് തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ സ്വന്തം കാര്യങ്ങളായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഏത് ഏരിയയിലാണോ ആ ഏരിയക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സ്വസ്ഥത നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു ഇലക്ഷന്റെ കാര്യത്തിൽ പോലും അതിന്റെ റിസൾട്ട് വരുന്നതിന്റെ മുമ്പ് പോലും അതിനെ തലനാരിഴ കീറി ചർച്ച ചെയ്യുന്ന, എന്നാൽ വോട്ടവകാശം ഒട്ടുമില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ വോട്ടവകാശം വിനിയോഗിക്കപ്പെടാൻ പോലും സാധിക്കാത്ത ആളുകളാണ് അതിനെക്കുറിച്ച് ഏറ്റവും വലിയ ചർച്ചകളിൽ രാത്രി 12 മണി, 1 മണി, 2 മണി വരെ റൂമുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങളോട് കൂടി ഈ പുസ്തകം ഏറെ പ്രയോജനപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഹാരിസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ ഖത്തറിലുണ്ടാവുന്ന സമയത്തും എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാള് എന്നുള്ള കാര്യത്തിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം നല്ല സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ ഓരോരുത്തർക്കും പ്രോത്സാഹിപ്പിക്കാനാവട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റൌഫ് ഖാൻ. വളരെ നല്ല വാക്കുകൾക്ക്. 4-ാം തീയതി റിസൾട്ട് വരും. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ മുന്നേ തന്നെ വളരെ ആഴത്തിലുള്ള ചർച്ചയിലാണ്, ആവശ്യമുള്ളതിലും അനാവശ്യമായ കാര്യങ്ങളിലും. തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ആവശ്യമുള്ളതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയട്ടെ. റൌഫ് ഖാന്റെ വാക്കുകൾക്ക് പ്രത്യേകിച്ച് നന്ദി. നമ്മുടെ അടുത്തായിട്ട് സംസാരിക്കുന്നത് പ്രമുഖ ലീഡർഷിപ്പ് മെന്റർ കോച്ച്, ലൈസൻസ്ഡ് ബൈ ലെസ് ബ്രൗൺ ആൻഡ് ജോൺസ് മാക്സ്വെൽ, ഫാറൂഖ് സെൻസായി ആണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. Okay. Good morning all of you and thank you very much. ഈ ഒരു ഇതിൽ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട് ഹാരിസ്. എസ്പെഷ്യലി ഇതിൻ്റെ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്പർ 1, നമ്മൾ ഒരു 2 ഇത് പോയിന്റിനാണ് എനിക്ക് I just want to discuss here. Number 1, writing a book is a dream for many of the people. Am I right? ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും വലിയ ഡ്രീമിൽ ഒന്നാണ് ബുക്ക് എഴുതുക എന്നുള്ളത്. അത് ആണ് ഇവിടെ ഹാരിസ് ചെയ്തത്, ബിക്കോസ് അത് വലിയൊരു ഡ്രീമാണ്. രണ്ടാമത്തേത്, ഒരു ബുക്ക് എഴുതുമ്പോൾ അതിൻ്റെ ടോപ്പിക് അല്ല അതിൻ്റെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. വാട്ട് ടോപ്പിക് ദാറ്റ് യു ഹാവ് ടു സെലക്ട്. അത് നമ്മൾ അറിയാതെ ചിലപ്പം ചിലർ ബുക്ക് എഴുതും, ബട്ട് ഇറ്റ് ഡസൻറ്റ് മാച്ച് വിത്ത് ദ മാർക്കറ്റ് പ്ലേസ് ഓർ ദ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഹാരിസ് ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്ത ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ സബ്ജക്റ്റ്. അതൊക്കെ ഞാനായിരിക്കണം ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ആൾ ഞാനായിരിക്കണം, കാരണം 2 മണിക്കൂർ മാത്രം കിടന്നുറങ്ങുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഹാരിസ് ആയിരിക്കണം എൻ്റെ കോച്ചായിട്ട് മാറേണ്ടത്. എനിക്ക് എല്ലാവരും പറയും 8 മണിക്കൂർ കെടുക്കണം എന്നൊക്കെ പറയും. ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം അതിന് 8 മണിക്കൂർ കെടുക്കണം, പക്ഷെ ഞാനെല്ലാം അത് പഠിപ്പിക്കേണ്ട കാര്യം 8 മണിക്കൂറാണ്, പക്ഷെ അത് ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ. ചില ഡോക്ടേഴ്സ് പറയല്ല പൊറോട്ട തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൊറോട്ട കഴിക്കണം ആദ്യത്തെ ആൾ ഡോക്ടേഴ്സ് ആയിരിക്കും. അതേപോലത്തെ സ്ഥിതി എൻ്റെ കിടക്കണം 8 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ, ബട്ട് ഹവർ ഐ ഡോണ്ട് സ്ലീപ് ഫോർ 8 hours കുറേ ഉണ്ട്. സോ ഈ ബുക്ക് റിലീസായി കഴിഞ്ഞ ശേഷം ഐ വോണ്ട് ടു ബൈ ദിസ് ബുക്ക്. ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സ് ഗോണ ബി ആൻ ഇ-ബുക്ക്. വായിക്കണം, അതിൽ കൂടെ നന്നാവണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസും ഹാരിസിന് ഉണ്ടാവട്ടെ, അതിലെല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ. അതിൽ കൂടെ ഒരുപാട് പേര് നന്നാവട്ടെ. അത് ഒരു കാര്യമുള്ള ഇങ്ങനത്തെ ബുക്കൊക്കെ എവർഗ്രീൻ ബുക്സാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഗോണ ബി ദെയർ ഫോർ couple of years or something. It's going to be there for a long time even after you have left. അപ്പം നാളെ വരുന്ന തലമുറക്ക് പോലും ഇത് വളരെയധികം ഉപകാരമായിരിക്കും. സോ വാട്ട് യു ആർ ഡൂയിങ് ഇസ് എ കോൺട്രിബ്യൂഷൻ ടു ദ ജനറേഷൻ. യു ആർ നോട്ട് ലുക്കിംഗ് അബൌട്ട് ഇപ്പം നേരത്തെ സ്പീക്കർ പറഞ്ഞ പോലെ യു ആർ നോട്ട് ലുക്കിംഗ്. ലീഡേഴ്സ് ലുക്ക് ഫോർ ദ നെക്സ്റ്റ് എലക്ഷൻ. Leaders look for next election, but people like you look for the next generation, and that's what you have done here. കാരണം നിങ്ങൾ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ബുക്കാണ് നിങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി എ വെരി ഗുഡ് power-packed change, transformation in people's life. Thank you very much and I wish you all the best. Thank you, sir. Leaders look to next generation. ഹാരിസ് തീർച്ചയായിട്ടും ആ ഒരു
വരും കാലത്തിലേക്ക് മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഒരുപാട് കാലഘട്ടത്തിലെ തലമുറകൾക്ക് ഉപയോഗപ്രദമാകുന്ന നല്ലൊരു പുസ്തകം രചിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു സർ ഫോർ യുവർ വണ്ടർഫുൾ ഇൻസൈറ്റ്സ് ആൻഡ് തോട്ട്ഫുൾ വേർഡ്സ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിനു കൃഷ്ണനാണ്. നാച്ചുറൽ ഹീലിംഗ് കോച്ചുമായിട്ടുള്ള ഡോക്ടർ ബിനു കൃഷ്ണനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും സമൂഹത്തിന് വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് ഗ്രന്ഥകാരൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉറക്കമെന്നത് ആരോഗ്യത്തിന് നട്ടെല്ലാണ്. നല്ല ശാരീരിക മാനസിക ആരോഗ്യത്തിന് സുഖനിദ്ര അത്യാവശ്യമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ തിരക്ക് പിടിച്ച ജീവിത രീതികളും ജോലി സമ്മർദ്ദങ്ങളും തെറ്റായ ഭക്ഷണ രീതികളും മാനസിക പിരിമുറുക്കങ്ങളുമെല്ലാം നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി. ഗാഢനിദ്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെയാവണമെന്ന 100 വഴികളെക്കുറിച്ചും വളരെ ലളിതമായി വിശദീകരിക്കുന്നു. നമ്മുടെ ശരീരത്തെ ഒരു ഫാക്ടറിയായി ഉപമിക്കുന്ന ഒരു രീതി വളരെ പ്രശംസനീയമാണ്. നാം പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് പ്രകൃതി നിയമങ്ങൾ നമുക്കും ബാധകമാണ്. പകൽ ഉണർന്നിരിക്കുന്ന ജീവികളെല്ലാം തന്നെ രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നു. എന്നാൽ മനുഷ്യൻ മാത്രം വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കുന്നു. പ്രകൃതി നമുക്ക് ഉറങ്ങാൻ അനുവദിച്ച സമയം രാത്രിയാണ്. പ്രകൃതിയോടെ താളത്തിന് വിരുദ്ധമായ ഇത്തരം രീതികൾ ക്രമേണ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. ഗാഢമായ സുഖനിദ്രയ്ക്ക് സഹായിക്കുന്ന ഈ പുസ്തകം ഏവർക്കും സഹായമാവട്ടെ എന്നാശംസിക്കുകയും ഒപ്പം എൻ്റെ സുഹൃത്തായ ഹാരിസിൻ്റെ ഗാഢമായ ഉറക്കം നേടിയെടുക്കാൻ 100 വഴികൾ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതാൻ കഴിഞ്ഞതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് കോച്ച്. താങ്ക് യു ഡോക്ടർ ബിനു ശങ്കർ. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് നോൺ സർജിക്കൽ അഡ്നോയിഡ് അലർജി ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ലിജോ കുര്യനാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഹായ്, ഞാൻ ഡോക്ടർ ലിജോ കുര്യൻ. ഹാരിസ് ഒറ്റപ്പാലം എൻ്റെ ദീർഘകാല സുഹൃത്തായിട്ടുള്ള ഈ വ്യക്തി ഈ അടുത്ത കാലത്ത് രചിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ, പ്രത്യേകിച്ച് ഗാഢമായ ഉറക്കം നേടിയെടുക്കാൻ 100 വഴികൾ എന്ന ആ പുസ്തകത്തിൻ്റെ ഒരു ആശംസ നൽകുക, ആ പുസ്തകത്തിൻ്റെ ഒരു ആശംസ നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉറക്കം എന്നത് പലപ്പോഴും നമ്മളെല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ അത്ര അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉറക്കത്തിനെക്കുറിച്ച് ഞാൻ ബേസിക്കലി ആയുർവേദ വൈദ്യശാസ്ത്രവും ആധുനിക വൈദ്യശാസ്ത്രവും രണ്ടും ബിരുദമെടുത്തതിന് ശേഷം വൈദ്യം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ 20 വർഷത്തോളമായിട്ടും, അതും കുട്ടികളിലെ അഡിനോയിഡ്സ്, പ്രത്യേകിച്ച് ഈ ഉറക്കത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖത്തെ ഡീൽ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, ഈ ഉറക്കം എന്നത് നമ്മുടെ ജീവിതത്തിലെ അത്ര അത്യന്താപേക്ഷമായ ഒരു നെടുംതൂണാണ്. ആയുർവേദത്തിൽ ആഹാരം, ബ്രഹ്മചര്യം, അതിനോടൊപ്പം തന്നെ 3 pillars ഓഫ് ലൈഫ് എന്നതിൽ ഈ ഉറക്കവും നിദ്രയും വരുന്നുണ്ട്. അപ്പോൾ നിദ്രയ്ക്ക് എത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ പുസ്തകത്തിൽ അത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളെ പോലും ഈ ഉറക്കം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ഓരോരുത്തരും കൃത്യമായിട്ടും മനസ്സിലാക്കുകയും നമ്മുടെ തീരുമാനങ്ങളെ, പ്രത്യേകിച്ച് ബിസിനസ്സുകാരെടുക്കുന്ന തീരുമാനങ്ങളെ, CEO പോലെയുള്ള ആൾക്കാരെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെയും വലിയ ഇമ്പാക്ട്സ് ജീവിതത്തിൽ വരുത്തുന്നതാണ്. അവരുടെ ബിസിനസ് ലൈഫിലാണെങ്കിലും പോലും, അവരുടെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് കാര്യങ്ങളിലാണെങ്കിലും, ഇതെല്ലാം ഡിഫറെൻറ്റ് ലെവലിൽ ഇമ്പാക്റ്റ് വരുത്തുന്നതുകൊണ്ട് തന്നെ ഉറക്കത്തിന് എത്ര കണ്ട് ഇമ്പോർട്ടൻസും ഉറക്കത്തിലെ സൊസൈറ്റിയിൽ എത്ര കണ്ട് ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഈ പുസ്തകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നും പ്രത്യേകം ഞാൻ ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രചോദനാത്മകമായിട്ടുള്ള ഒരു പുസ്തകം രചിച്ചതിനും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രകാശനം ചെയ്യുന്നതിനും മുന്നോട്ട് പോകുന്ന ഹാരിസിനും ഹാരിസിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു. നന്ദി. ബൈ. താങ്ക് യു ഡോക്ടർ ലിജോ കുര്യൻ. അടുത്തതായി ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ ഡയറ്റീഷ്യനായിട്ടുള്ള അനിത KP. വളരെ സ്നേഹത്തോടു കൂടി അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ അനിതയാണ്. ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ ജീവിതശൈലി രോഗവിഭാഗം ഡയറ്റീഷ്യനാണ്.
എൻ്റെ 21 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യം ഞാൻ നൽകാറുണ്ട്. കാരണം ഡയറ്റും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുന്നവരിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറ്റ് പാലിക്കുന്നുണ്ട്, എങ്കിലും കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കാത്തത് കൊണ്ട്, അതായത് ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കാത്തത് കൊണ്ട് ഷുഗർ ലെവൽ ഹൈ ആയി വരുന്ന ഒരുപാട് രോഗികളെ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ഒരുപാട് തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഉറക്കക്കുറവ് ഒരുപാട് പേരിൽ നമ്മൾ കാണുന്നുണ്ട്. അത്തരം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഉറക്കം ലഭിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഗാഢമായ ഉറക്കത്തിന് 100 വഴികൾ എന്ന ഈ ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ഇത്തരം ബുക്കുകൾ നമ്മുടെ ജീവിതശൈലി രോഗമുള്ളവരും ആരോഗ്യം കാക്ഷിക്കുന്നവരും ഒരുപാട് പേരിലേക്ക് ഇത് എത്തിപ്പെടും. ഒരുപാട് പേര് ഇതിനെ സ്വീകരിക്കും. ഒരുപാട് പേർക്ക് ഇതൊരു ഉപകാരമായി മാറും എന്നതിന് യാതൊരു സംശയമില്ല. ഹാരിസ് ഒറ്റപ്പാലത്തിൻ്റെ ഗാഢമായ ഉറക്കത്തിന് ഈ 100 വഴികൾ, ഏതെങ്കിലും ഒരു വഴിയെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു വഴിയെങ്കിലും നമ്മൾ സ്വീകരിച്ച് നല്ല ഉറക്കത്തിലേക്ക്, നല്ല ആരോഗ്യത്തിലേക്കും വരട്ടെ. എല്ലാവരും ഈ ബുക്ക് വായിക്കുക. കൃത്യമായ ഒരു ഏതെങ്കിലും ഒരു വഴി ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ ഒരു ഉറക്കം ഉണ്ടാവട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ബുക്കിൽ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം തന്നെ എൻ്റെ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. ഒരുപാട് പേരിലേക്ക് ആരോഗ്യദായകമായ നല്ല ഉറക്കം ലഭിക്കാൻ ഹാരിസ് ഒറ്റപ്പാലം കാണിച്ച ഈ ഒരു സൽപ്രവൃത്തിയെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. താങ്ക് യു ഡയറ്റീഷ്യൻ അനിത. ഇനി നമുക്ക് ഈ പുസ്തകത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഗ്രന്ഥകാരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഹാരിസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഈ ഒരു പുസ്തകത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. 2018 മുതൽ ഞാൻ കുറെ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങിയതാണ്. ആ ഒരു സമയത്ത് സെൻസി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ നിശ്ചയ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പ്രിസിഷൻ ന്യൂട്രീഷൻ എന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. ലെവൽ 1 കോഴ്സ് അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഒരു മനുഷ്യന്റെ ബിഹേവിയറൽ ചേഞ്ച് വരുത്താം, ഒരു മനുഷ്യന്റെ ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താനുള്ള വഴികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോഴും എനിക്ക് എന്റെ ഒരു നിശ്ചയമായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് സെല്ലുലാർ ഹെൽത്ത് കോച്ച് എന്നതായിരുന്നു. അതിലൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല, കാരണം അതൊരു ബ്രോഡ് കാറ്റഗറി ആയിരുന്നു, ബ്രോഡ് ആയിട്ടുള്ള ഒരു നിശ്ചയായിരുന്നു. അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് സെൻസൈന്റെ വീഡിയോകൾ തന്നെ കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും വീണ്ടും എന്റെ നിശ്ചയകൾ മാറി 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 വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ സമയത്തെല്ലാം ഞാൻ സ്വന്തമായിട്ടായിരുന്നു വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് 2025 ഡിസംബറിൽ പ്രവീൺ സാറുമായിട്ട് നേരിട്ട് കാണാൻ സാധിക്കുകയും അദ്ദേഹം വീഡിയോ ചെയ്യുന്നതിന്റെയും നിഷ് വീണ്ടും മൈക്രോ നിഷ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഹീലിംഗ് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന ഒരു മൈക്രോ നിഷ് സെലക്ട് ചെയ്യുകയും അതിൽ വളരെയധികം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അപ്പോ ഞാന് PN ലെവൽ 1 വെച്ച് മനസ്സിലാക്കിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് സ്ലീപ്പ്, അതുപോലെ തന്നെ ഹെൽത്തി ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഹാർമോണിയസ് സ്ലീപ്പിംഗ്, ഈ 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാവുക. അപ്പോൾ ഹോപ്പ്, ഹെൽത്ത്, ഹാപ്പിനെസ് എന്ന വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന H4U അക്കാദമി, അതിന്റെ കീഴിലാണ് ഈ ഒരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തില് സ്ലീപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് എന്നുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. തീരെ ഉറങ്ങാൻ കഴിയുന്നില്ല, 2 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ, ചില സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എണീക്കുന്നു, അത്തരത്തിൽ വളരെയധികം കുറെ ആളുകൾ ചാറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്താണ് ഈ ഒരു പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് വന്നത് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പുസ്തകം വാങ്ങുന്ന ആളിന് ഒരു വർക്ക് ബുക്ക് എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുകയും അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ വരുന്ന സമയത്ത് ഞാനുമായിട്ട് ഡയറക്റ്റ് വാട്സപ്പിൽ ഒരു വാട്സപ്പ് ഒരു ഗ്രൂപ്പ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷന് അതിൽ തന്നെ നൽകുകയും ആ ബുക്കിലൂടെ ആ ഗ്രൂപ്പിലേക്ക് വന്ന് അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തുള്ള സംശയങ്ങൾ
ആഴ്ചയിൽ ഒരു ദിവസം ലൈവായിട്ട് വന്നവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലാണ് ഈ ഒരു പുസ്തകം ഒരു സിമ്പിൾ പുസ്തകം എന്നുള്ളതിലുപരിയായിട്ട് ഒരു വർക്ക് ബുക്ക് ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് വരുന്ന ധാരാളം ചാറ്റുകളും കാര്യങ്ങളും അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഗുണപ്രദമാകും എന്നുള്ള 100% ഒരു കോൺഫിഡന്റ് എനിക്കുണ്ട്. എന്റെ അറിവുകൾ അത്രയും അവർക്ക് പകർന്നു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഒരു പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മെയ് 1-ാം തീയതി ഞങ്ങൾ എന്റെ ലൈഫ് പാർട്ട്ണറെ കൂടി ഈ ജീവിതത്തിലേക്ക് കിട്ടിയ ഒരു ദിവസമാണ് മെയ് 1-ാം തീയതി. അപ്പൊ ഇന്ന് തന്നെ ഈ ഒരു ഇത് വെക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ദിവസത്തെ 5 ഘട്ടങ്ങളാക്കി തിരിച്ച് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട ആക്ടിവിറ്റികൾ കൃത്യമായി പോയിന്റുകളാക്കി എഴുതിയിട്ട് ഉണ്ട്. നമ്മൾ പ്രവാസികൾക്കാണ് നമുക്ക് ഇപ്പോ ഉദാഹരണത്തിന് മാംഗോ നമുക്ക് അതിന്റെ ഒരു രുചിയും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ആസ്വദിച്ച ആളുകൾ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ആ ഒരു മാങ്ങ ലഭിക്കുന്ന സമയത്ത്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു മാങ്ങ അതിന്റെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇനം ചെടി നട്ടു വളർത്തി അതിന് വളങ്ങളൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ നനച്ച് വളർത്തി വലുതാക്കിയതിനു ശേഷം അതിൽ നിന്നും ഒരു ഫലമായിട്ടാണ് ആ ഒരു മാങ്ങ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് ഉറക്കം എന്നുള്ളത് ഒരു റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ ഹാബിറ്റുകൾ, അതായത് സ്ലീപ്പിംഗ് ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർക്കാഡിയൻ റിതം ശരിയാക്കേണ്ടതുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ അതിലേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫലമായിട്ട് മാങ്ങ ഒരു ഫലമായി ലഭിക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന ഒരു സംഭവമാണ് ഉറക്കം എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വർക്ക് ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള H4U അക്കാദമിയിൽ അതിൽ ബൈ ലേറ്റസ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി ഓൺലൈനായിട്ട് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത രജിസ്റ്റർ ചെയ്ത എല്ലാ ആളുകൾക്കും അതിന്റെ ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും അദ്ദേഹം പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ുമായി അടുത്തതായിട്ട് സംസാരിക്കുന്നത് അബ്ദുൽ ഖയ്യൂം ബുസ്താനിയാണ്, ലേൺ ദി ഖുർആൻ ഡയറക്ടർ. സൗദിയിലെ റിയാദിൽ നിന്നും അദ്ദേഹം പങ്കെടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാന്യനായ നമ്മുടെ സഹോദരൻ ഹാരിസ് തയ്യാറാക്കിയ ഗാഠമായ ഉറക്കം കിട്ടാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. വളരെ അർത്ഥഗർഭമായ നല്ല വാക്കുകൾ ഈ സുപ്രഭാതത്തിൽ കേൾക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുടെ ഹാരിസിനെ അനുമോദിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുമുള്ള നല്ല നല്ല വാക്കുകൾ അത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ പറയാൻ സാധിച്ചത് നല്ലതാണ്. കാരണം ഒരാളുടെ മുഖത്ത് നോക്കി സ്തുതിക്കുന്നതിനേക്കാൾ മുഖമില്ലാത്ത സ്ഥലത്ത് സ്തുതിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമാവുന്ന കാര്യം. വാസ്തവത്തിൽ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിചയപ്പെട്ട സമയം മുതൽ പിന്നീട് എൻ്റെ ഒരു ബന്ധുവാക്കി മാറ്റി. കലയും സാഹിത്യവും അതേപോലെ തന്നെ ഒരു പ്രതിഭ എന്ന നിലയിൽ, വിജ്ഞാനകുതുകിയായ ഒരു പ്രതിഭ എന്ന നിലയിൽ ഹാരിസിന്റെ ഈ ശ്രമത്തെ ഞാൻ അങ്ങേയറ്റം സ്തുതിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. ഞാൻ സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഉറക്കം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത പ്രതിഭാസം ആണ്. നമ്മുടെ ആത്മാവ് ഒരു താൽക്കാലികമായി നമ്മിൽ നിന്ന് പുറംലോക ബന്ധങ്ങളില്ലാത്ത അർത്ഥബോധ അവസ്ഥയിലാകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം, അതിന് ഒരു നിർവചനം നൽകാൻ വാസ്തവത്തിൽ ആർക്കും സാധ്യമല്ല. അത് ഇതിനെ സൃഷ്ടിച്ച ആത്മാവിനെയും ശരീരത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിന് ഒരുപക്ഷെ അതിനെ സംബന്ധിച്ച് ഒരു നിർവചനം പറയാൻ സാധിച്ചേക്കാം. ഇവിടെ ഡോക്ടർമാര്, ഡോക്ടർ അനിത, അതേപോലെ തന്നെ ഡോക്ടർ ലിജോ, ഡോക്ടർ ബീനു, അങ്ങനെ മാഷാ അല്ലാഹ് ഒരുപാട് വിദഗ്ധന്മാരായ ആളുകളാണ് സംസാരിച്ചത്. ഡോക്ടർമാർ എന്ന നിലയിലല്ല, ഞാൻ ഒരു രോഗിയുടെ പ്രതിനിധിയായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് വേണ്ട വിധത്തിൽ ഒരു പ്രവാസി എന്ന നിലയിൽ ഉറക്കമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദോഷങ്ങള്, രോഗങ്ങളുടെ വലിയ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന രോഗങ്ങള്, ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, അതുപോലെ തന്നെ അമിതമായ തൂക്കം, വിശപ്പില്ലായ്മ, നിയന്ത്രണമില്ലായ്മ, അപകടങ്ങള്, തൊഴിൽ ക്ഷീണങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഈ
100 വഴികൾ തെളിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഇത് സത്യത്തിൽ നമുക്ക് ആലോചിക്കാൻ ചില കാര്യങ്ങൾ ലേൺ ദി ഖുർആൻ ഉത്തരവാദി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെയും ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാൻ, ആ സ്രഷ്ടാവ് ആരായിക്കൊള്ളട്ടെ, ആ ഒരൊറ്റ സ്രഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ള ഒരു വലിയ അത്ഭുതമാണ് ഉറക്കമെന്നത്. അത് കിട്ടാത്തത് ഒരുപക്ഷെ അതേ സൃഷ്ടാവ് തന്നെ നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങളെ നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാണ് ആ ഉറക്കം കിട്ടാത്തത്. ആ പ്രകൃതിയിലേക്ക് തിരിച്ചു വരിക, അതാണ് അതിന്റെ നല്ല മാർഗം എന്നാണ് വാസ്തവത്തിൽ ഇവിടെ ഡോക്ടർ വിനു ശങ്കറും അതുപോലെ തന്നെ ഡോക്ടർ അനിതയും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം. പ്രകൃതിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനകളിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് മനുഷ്യന്റെ രീതിയിൽ ജീവിക്കുക. ഇവിടെ ഒരൊറ്റ വചനം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശീർവാദത്തിന്റെ അല്ലെങ്കിൽ അഭിനന്ദനത്തിന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് ഉറക്കം എന്ന് പറഞ്ഞാൽ അതൊരു മരണം എന്നാണ്, ഒരു ചെറിയ മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. സാധാരണഗതിയിൽ അല്ലാഹു എല്ലാ ദിവസവും നമുക്ക് മരണം തരുന്നു. ആ മരണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പാഠമാണ്. എല്ലാ ദിവസങ്ങളെയും നിങ്ങളെ മരിപ്പിക്കുന്നു, എന്നിട്ട് മരണത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ആ മരണത്തിൽ അഥവാ ഉറക്കത്തിൽ കിടക്കുന്ന സമയം അതങ്ങനെ തന്നെ തുടർന്നു പോയിരുന്നുവെങ്കിൽ, എനിക്ക് എൻ്റെ മാനസികമായി ആത്മാർത്ഥമായാണ് ഞാൻ പറയുന്നത്, എൻ്റെ മാതാവ് മരണപ്പെട്ടത് ഉറക്കത്തിലായിരുന്നു. ഒരു തവണ ഉറങ്ങാൻ കിടന്നു, നേരം വെളുത്തിട്ട് എഴുന്നേറ്റില്ല. അതെന്താണ്? അവരൊരിക്കലും മരിക്കാനല്ല കിടന്നത്, ഉറങ്ങാനാണ് കിടന്നത്. ഈ ഒരു പാഠം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ഉണരാത്ത ഒരു ഉറക്കമുണ്ട് എന്ന മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്ന ഉറക്കം. ഇതൊരു അനുഗ്രഹമാണ്. നാം എത്ര തയ്യാറെടുത്താലും നമുക്ക് ഉറങ്ങാൻ സാധ്യമല്ല ഉറക്കം ലഭിക്കാതെ. അപ്പൊ ഇവിടെ ബഹുമാന്യനായ നമ്മുടെ സഹോദരൻ ഹാരിസ് കാണിച്ചു തന്നിട്ടുള്ള വഴികൾ അതൊക്കെ ഒന്ന് തുറന്നു നോക്കണം, വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ പുസ്തകം കൗതുകത്തോടു കൂടി വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഹാരിസിന്റെ കുടുംബത്തിനും എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഹാരിസിന്റെ കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഹാരിസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ നമുക്ക് നല്ലൊരു ഉറക്കം എല്ലാ ദിവസവും നൽകുമാറാകട്ടെ. ആ വിധത്തിൽ പ്രകൃതിയിലേക്ക് മടങ്ങാൻ നമുക്ക് അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹാദരവുകളുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കളുടെ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി പ്രിയപ്പെട്ട അബ്ദുൽ ഖയ്യൂം ഉസ്താനി. താങ്ക് യു. അപ്പൊ അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കുന്നത് പ്രമുഖ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് കോച്ച്, ഖത്തറിലെ IBN വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഇൻ പുഷപ്സ് സ്പോർട്ട്, പ്രിയപ്പെട്ട ഷെഫീഖ് മുഹമ്മദ് ആണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എൻ്റെ പേര് ഷെഫീഖ് മുഹമ്മദ്, ഹെൽത്ത് ആൻഡ് വെൽനസ് കോച്ചാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോഴിരിക്കുന്നത്. എൻ്റെ സുഹൃത്തും സഹോദര തുല്യനുമായ ഹാരിസ് ഒറ്റപ്പാലം ഒരു പുസ്തകം സ്വന്തമായി രചിച്ച് അത് പ്രകാശനം ചെയ്യുന്ന ഒരു വേളയിലാണ്. ഉറക്കത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്ന കുറച്ച് വഴികളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഉറക്കത്തിനുള്ളത് എന്നുള്ളത്. നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതെല്ലാം കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഉണ്ട്. അതുമായി ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു നല്ലൊരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നറിയാം. നമ്മുടെ ബോഡിയിലെ റിക്കവറി ഒക്കെ നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ ഉറക്കം കിട്ടുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി ഇരിക്കണം. ഹാരിസുമായി സഹകരിച്ച് H4U ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നൊരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊത്തിരി നല്ല ടിപ്സും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി അഡ്വൈസസും നമ്മൾ മുമ്പ് സഹകരിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ സുഹൃത്തും സഹോദര തുല്യനുമായ ഹാരിസ് ഒറ്റപ്പാലത്തിന് നേരുന്നു.
അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ രചിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഷഫീഖ് മുഹമ്മദ്, താങ്കളുടെ നല്ല വാക്കുകൾക്ക്. നമ്മോടായി അടുത്തായി സംസാരിക്കുന്നത് ലീഡർഷിപ്പ് വിസിബിലിറ്റി സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിട്ടുള്ള ദുബായിൽ നിന്നും പ്രിയപ്പെട്ട റഷീദ് പള്ളിയാലിലാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ഹാരിസ് ഭായ്, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഹാരിസ്, ഞാനും ഇവിടെ ഞങ്ങളുടെ 2-3 സഹപാഠികൾ ഇവിടെ ഉണ്ട്. ഫാറൂഖ് സൻസിയുടെ ശിഷ്യന്മാരാണ്. മുജീബ് നുസുക്കി, സഫ മജീദ് ആൻഡ് ഷമീർ ആസ് വെൽ, ഷമീർ ഫ്രം ഖത്തർ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, ഞങ്ങളുടെ സഹപാഠികളിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരുപാട് പേരുടെ പുസ്തകങ്ങളുമായി രചിച്ച ഗ്രന്ഥകാരന്മാരായ ആളുകളുണ്ട്. ഹാരിസും ഞാനും ഫാറൂഖ് സെൻസിയുടെ എന്താ പറയുക, ട്രെയിനിങ് ലീഡർഷിപ്പ് എന്ന ശിഷ്യന്മാരാണ്. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഉറക്കത്തെ ലീഡർഷിപ്പ് എന്ന പെർസ്പെക്റ്റീവിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഈ പുസ്തകത്തിന്റെ കവറ് കണ്ടപ്പോ ഇങ്ങനൊരു തലം കൂടെ ഉറക്കത്തിനെ നമുക്ക് കൊണ്ടുവരാമല്ലോ എന്ന് ആലോചിച്ചു. പ്രത്യേകിച്ച് ഒരുപാട് നേതാക്കന്മാർ, ലീഡേഴ്സ്, ബിസിനസ് ലീഡേഴ്സ്, സോഷ്യൽ ലീഡേഴ്സ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, എല്ലാവരും എപ്പോഴും പരിഭവപ്പെടുന്ന ഒരു വിഷയമാണ് ഉറക്കമില്ലായ്മ, ഉറക്കം ലഭിക്കായ്മ, ഉറക്കത്തിന് സമയമില്ലാത്ത വിഷയങ്ങൾ. ഇത്ര ഒരു അവസരത്തില് ഉറക്കത്തെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, wake up to life, wake up to leadership, wake up to be active എന്ന് പറയുമ്പോൾ അതിന് നേരെ വിപരീതമായ ഒരു തലത്തിൽ, വളരെ പോസിറ്റീവ് തലത്തിൽ പോയി കിടന്നുറങ്ങൂ ആദ്യം, എന്നിട്ട് എണീക്കൂ എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം, അത് ആ ഒരു വിഷയം കൊണ്ടുവരാൻ ഹാരിസ് ഭായ് കാണിച്ച ഒരു എന്താ പറയാ ഉദ്യമം ഞാൻ അഭിനന്ദിക്കുകയാണ്. സത്യം പറയുമ്പോൾ നമ്മളുടെ ഉണരൽ തുടങ്ങുന്നത് ഉറക്കത്തിൽ നിന്നാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഏതൊരാളായാലും, ബിസിനസ് ലീഡേഴ്സ് ആയാലും, വിദ്യാർത്ഥികളായാലും ശരി, നമ്മള് എന്താ പറയാ, ഏതൊരു തലത്തിലുള്ള മനുഷ്യന്മാർക്കും ആദ്യം നമ്മളുടെ ഉണരൽ തുടങ്ങുന്നത് ഉറക്കത്തിൽ നിന്നാണ്. നല്ല ഉറക്കം, സമയത്തിന് ഉറങ്ങുമ്പോഴേ നമുക്ക് സമയത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഉണർച്ചയുടെ ഊർജവും. അത് തന്നെയാണ് ഞാൻ ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയാം. മിക്കപ്പോഴും എല്ലാ ദിവസവും രാവിലെ എൻ്റെ മക്കൾ എന്നോട് പറയുന്ന കാര്യം, ഉപ്പ ടെൽ മീ ദ ബാലൻസ്, ബാക്കിയുള്ള ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറയാം. എപ്പോഴാണ് അവരെന്നെ കളിയാക്കുന്നത്. കാരണം മിക്ക സമയത്തും ഞാൻ ഈ ഓരോ ദിവസത്തെയും മീറ്റിങ്ങുകളും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് മിക്ക ദിവസങ്ങളും they will wait for me to tell a story. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ കഥകൾ, നുറുങ്ങ് കഥകളായിട്ട് ഞാൻ വരും, അല്ലെങ്കിൽ I'll make up some story. ഇത് പറയുന്നതിനിടയിൽ ഞാനങ്ങനെ ഉറങ്ങി കൂർക്കം വലിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ രാവിലെ അവരെ ഉറക്കത്തിന് എഴുന്നേക്കും, എന്നോട് പറഞ്ഞു ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറയുമെന്ന് പറയാം. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഉറക്കത്തിലേക്കുള്ള ഒരു വഴി കഥ കേൾക്കൽ മാത്രമല്ല, കഥ പറയൽ കൂടെയാണെന്ന് എനിക്ക് ബോധ്യ ഒരു കാര്യം. അപ്പോ ഹാരിസ് ഭായിക്ക് എല്ലാവിധ, ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല. ഈ ഒരു ഉദ്യമം, ഈ ഒരു പുസ്തകം ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ബിസിനസ് ലീഡേഴ്സിന്, ഒരുപാട് എന്താ പറയാ കുടുംബങ്ങൾക്ക്, ഒരുപാട് മക്കൾക്ക്, അടുത്ത തലമുറയിൽ ഒരുപാട് ഞങ്ങൾ ഗുരു പറഞ്ഞ പോലെ അടുത്ത തലമുറയിൽ, നെക്സ്റ്റ് ജനറേഷന് ഒരു വലിയ ഇൻസൈറ്റ് ആയി മാറട്ടെ, ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ. ഹാരിസിന് എല്ലാവിധ ആശംസകളും, എല്ലാവിധ എന്താ പറയാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു റഷീദ് പള്ളിയാലി. അദ്ദേഹം പറഞ്ഞ പോലെ അടുത്ത ജനറേഷന് ഇത് വളരെ വലിയൊരു ഇൻസൈറ്റ് ആയിട്ട് മാറട്ടെ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ റഷീദ് പള്ളിയാലിലും അമീർ റഷീദും കൂടിയും രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മേക്ക് ദ ക്ലാരിറ്റി, കോൾ ടു യുവർ സെൽഫ് എന്ന പുസ്തകം. അതുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു.
വളരെ നന്ദി. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ അസീസ് സുല്ലമിയാണ്. റമദാനിലെ സുഖമുള്ള നനവ് എന്ന ഒരു പുസ്തകം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ദായി കോർഡിനേറ്റർ, യാംബു റോയൽ കമ്മീഷൻ ദാവ സെന്റർ, മലയാളം ഇൻ സൗദി അറേബ്യ. വളരെ സ്നേഹത്തോടു കൂടി അബ്ദുൽ അസീസ് സുല്ലമിയെ ക്ഷണിക്കുന്നു. താങ്ക് യു മിസ്റ്റർ മുഹമ്മദ് ഫൗസി. താങ്കളുടെ ചിരിക്കുന്ന മുഖം, ഒപ്പം ഒരുപാട് നല്ല ആളുകളുമായിട്ട് ഈ ഒരു സുപ്രഭാതത്തിൽ സംവദിക്കാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് പ്രപഞ്ചനാഥന് നന്ദി പറയാം. ഈ പുസ്തകത്തിന്റെ ടൈറ്റില് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കേവലം ഉറക്കം നേടിയെടുക്കാൻ 100 വഴികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഗാഠമായ ഉറക്കം നേടിയെടുക്കാനാണ്. കാരണം ഈ ആളുകളെല്ലാവരും ഉറങ്ങാറുണ്ട്. 8-9 മണിക്കൂറൊക്കെ 10 മണിക്കൂറൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഒരു ഗാഠമായ ഉറക്കം ലഭിക്കാത്തൊരവസ്ഥ. സത്യത്തില് 6-7 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഒരു ഗാഠമായ ഉറക്കം കിട്ടിയാൽ തന്നെ മനുഷ്യൻ ഏറെക്കുറെ ഹാപ്പി ആവും. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്ന ഒരു ആയത്തെ, അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനില് 78-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ ആയത്തില് അവിടെ പറയുന്നത് വജഅൽന നൗമക്കും സുബാത്ത എന്നാണ്. നിങ്ങൾക്ക് നാം ഉറക്കത്തെ ഒരു സുബാത്ത്, ഒരു വിശ്രമമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 തരം ആൾക്കാരാണ് പൊതുവെ കാണാറുള്ളത്. ഒന്ന് തീരെ ഉറക്കമില്ലായ്മ, ഉറക്കം വരാത്ത ആളുകൾ. രണ്ടാമത്തേത് അമിതമായ ഉറക്കം കൊണ്ടാകെ കഷ്ടപ്പെടുന്ന ആളുകൾ. ഏതായാലും പിന്നെ വളരെ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകമായിക്കൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ആർട്സിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞല്ലോ, വളരെ സ്നേഹമുള്ള, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുന്ന, ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു സുഹൃത്താണ് ഹാരിസ്. അദ്ദേഹത്തിന് ഇനിയും പുസ്തകം എഴുതാനുള്ള പ്രചോദനം ദൈവം നൽകട്ടെ. ഒപ്പം ഒരുപിടി നല്ല മനുഷ്യരുമായിട്ട് ഈ സുപ്രഭാതത്തിൽ സംവദിക്കാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം, നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അബ്ദുൽ അസീസ് സുല്ലമി, താങ്കളുടെ നല്ല വാക്കുകൾക്ക്. ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും ഈ ഒരു വിഷയത്തിൽ അവരുടെ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ പിന്നെ നമുക്ക് പങ്കുവെക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ ഉദ്ദേശ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് അതിന്റെ പ്രയാണം സാധ്യമാകട്ടെ എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കുന്നു. വളരെ നന്ദി താങ്കളുടെ നല്ല വാക്കുകൾക്ക്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഫിറ്റ്നസ് കോച്ച് ആയിട്ടുള്ള സഫ മജീദാണ്. വളരെ സ്നേഹത്തോടു കൂടി അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പൈസ കൊടുക്കാതെ നമുക്ക് എന്ത് കിട്ടിയാലും മനുഷ്യന്മാർക്ക് വലിയ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ കുറെ കാലം കഴിയുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വിടും. കാരണം നമുക്ക് വലിയ വാല്യൂ അതിനുണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ഐഫോൺ അത് കിട്ടിയാൽ നമ്മൾ കവറൊക്കെ ഇട്ട് നല്ല മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കും. നമ്മുടെ കാറ് നമ്മൾ സർവീസ് ഒക്കെ ചെയ്ത് അതും നമ്മൾ കൊണ്ട് നടക്കും. പക്ഷെ ഓക്സിജൻ, വായു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാരണം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് ഡീപ് ബ്രെത്ത് എടുത്ത് അത് എൻജോയ് ചെയ്യാനൊന്നും ആർക്കും സമയമില്ല. നമ്മളിങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഉറക്കം എന്ന് പറയുന്ന സംഭവം. ഫ്രീ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വലിയ രീതിയിൽ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് എന്നാൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ദിവസം നമുക്ക് ശരിക്കും ഉറക്കം കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് എനർജി ഉണ്ടാവില്ല, എക്സോസ്റ്റഡ് ആയിരിക്കും, ടയേർഡ് ആയിരിക്കും, ദേഷ്യം കൂടുതലായിരിക്കും, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഒറ്റ ദിവസത്തെ ഉറക്കം ഒന്ന് ശരിയായില്ലെങ്കിൽ തന്നെ അത്രയും ഇഷ്യൂസ് വന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറെ നാള് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യന്മാര് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളൊരു വലയത്തിൽ പെട്ടെടുക്കുന്ന അവസ്ഥയാണ്. രാത്രി നമ്മൾ എന്താണ് ചെയ്യുന്നത്? രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടൈമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്. രാത്രി ഉറങ്ങാൻ നിൽക്കേണ്ട ആ സമയത്ത് നമ്മൾ ഫോൺ എടുക്കുന്നു, റീൽസ് കാണുന്നു, സ്ക്രോൾ ചെയ്യുന്നു, മൈൻഡ്ലെസ് ആവുന്നു. സ്ലീപ്പിന്റെ ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സോ അത്രയും ഡിസ്ട്രാക്ഷൻസിലുള്ള ഒരു സമയത്ത് ഈ ഒരു ബുക്ക് ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബെനിഫിറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കാരണം ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം സ്ട്രാറ്റജീസ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് നല്ലപോലെ ഉറങ്ങണം എന്നുണ്ട്, എക്സസൈസ് ചെയ്യണം എന്നുണ്ട്, ന്യൂട്രീഷൻ വന്നിട്ട് എന്താ പറയാ, ദേ വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓവർലോഡഡ് ആണ് വിത്ത് ഇൻഫർമേഷൻ. ഇന്ന് കാണുന്ന എല്ലാവരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ്, എക്സ്പേർട്സ് ആണ്, ട്രെയിനേഴ്സ് ആണ്, കോച്ചസ് ആണ്. പണ്ട് നമ്മൾ പറയും, കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലായിരിക്കും തട്ടാം.
ഇന്ന് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ട്രെയിനർ അല്ലെങ്കിൽ കോച്ച് ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിലായിരിക്കും ഇത് കൊണ്ടുപോയി തട്ടാം. സോ എല്ലാവരും എക്സ്പേർട്സ് ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആണ് വിച്ച് ഇസ് ഒത്തന്റിക്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സ്ട്രാറ്റജി ഒരാൾക്ക് വർക്ക് ചെയ്താൽ ആ സ്ട്രാറ്റജി വേറൊരാൾക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 100 സ്ട്രാറ്റജീസ് ഫോർ ഡീപ് സ്ലീപ്പ് എന്നുള്ള ഒരു ആശയമാണ്. ആൻഡ് ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബെനിഫിറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് അത് എത്തട്ടെ, ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവട്ടെ. ആൻഡ് ലീഡർ ഹാരിസിന് ഇനിയും പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു ഹെൽത്ത് കൊടുക്കട്ടെ. Especially let him be able to write a lot many books. So wishing you all the best, Leader Harris. Thank you so much to all of you all, and really happy to be a part of this launch. Thank you. Thank you, Safa Majid, for your wonderful words. നമ്മോട് അടുത്തതായി സംസാരിക്കുന്നത് ഖത്തറിൽ നിന്നും മെക്ബ സ്റ്റോഴ്സ് ആൻഡ് കഫേ ഫൗണ്ടർ ആയിട്ടുള്ള മുജീബ് ഖാദറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോട് കൂടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. എന്തൊരു വലിയൊരു സന്തോഷത്തിലാണ് ജീവിതത്തില് ഒരു കയ്യൊപ്പാണ് ശരിക്ക് ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞത്. പക്ഷെ അതില് ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഉറക്കം മനുഷ്യന്റെ ഒരു അത്യാവശ്യം ഭക്ഷണത്തെ പോലെ ആണ് നമുക്ക് വേണ്ടത്. ഒരു ഉറക്കമാണ്. ഇന്നിപ്പോ പല ആളുകൾക്കും ഉറക്കത്തിന്റെ ആണ് പ്രശ്നം. അതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പൊ ഹാരിസ് ഒരു ബുക്ക് നമുക്ക് തന്നേക്കണത്. അത് ലോകത്തിനൊരു കയ്യൊപ്പന്നാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഉറക്കം ഒരു സമാധാനം ഉണ്ടാക്കും. ലോകത്തന്നെ സമാധാനം കെടുത്തുന്നത് പലപ്പോഴും ഉറക്കമില്ലായ്മയാണ്. ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ വരെയും സാധാരണ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നിലനിർത്തുന്ന പോലെ കറക്റ്റ് ഉറങ്ങി നമ്മളെ കൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം തന്നെ സമാധാനത്തിലേക്ക് പോകും. ഉറക്കം തന്നെ സമാധാനമല്ലോ. ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് അയാൾക്ക് ഒരുപാട് ഊർജ്ജം ഉണ്ടാവുന്നത്. ഉറക്കം ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. അപ്പൊ ഹാരിസിന്റെ ബുക്ക് കൊണ്ട് ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഹാരിസ്, താങ്ക് യു. വളരെ നന്ദി മുജീബ് ഖാദർ. താങ്കൾ പറഞ്ഞ പോലെ ഉറക്കത്തിലൂടെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അടുത്തതായി പിന്നെ നമ്മോട് സംസാരിക്കുന്നത് ഉദിനൂർ മുഹമ്മദ് കുഞ്ഞി. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. വാലൈക്കും സലാം. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഞാൻ ഹാരിസിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്യം എഡിറ്റർ ടു ഓത്തർ എന്നാണ്. ഞാനും ഹാരിസും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് തന്നെ സൗദി അറേബ്യയിലെ ഒരു മിനിസ്ട്രിയുടെ കണ്ടന്റ് ക്രിയേഷനായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിക്കേണ്ടി വന്നത് അനേകം പുസ്തകങ്ങളുടെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ് അദ്ദേഹം. ആ ഒരു നിലയിൽ നിന്ന് ഇന്ന് അദ്ദേഹം ഒരു ഓത്തർ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമം മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ ഒരു നിശ്ചയ കണ്ടെത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ ശ്രമങ്ങൾ, അതൊരു യുവാവിൽ നിന്ന് നമുക്ക് വളരെയധികം പ്രചോദനം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൺസിസ്റ്റൻസി ഫാറൂഖ് സെൻസയുടെ ലീഡർഷിപ്പ് ക്ലാസ് ആയാലും ഇതര കമ്മ്യൂണിറ്റി സംരംഭങ്ങളെ സ്ഥാപിച്ച് അത് ശ്രമിച്ച് അത് അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അദ്ദേഹം ഇപ്പൊ ലാസ്റ്റ് കണ്ടെത്തിയ ഈ നിച്ച് സ്ലീപ്പ് ഡിപ്രൈവേഷൻ. അപ്പോ അങ്ങനെ ഒരു അതോറിറ്റി കണ്ടെത്തിയതും ഈ രണ്ട് കാര്യങ്ങൾക്കും അദ്ദേഹത്തെ വളരെ 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 വളരെയധികം അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ രാത്രി യുവാക്കളൊന്നും ഉറങ്ങാറില്ല. ചായ കുടിക്കാൻ വേണ്ടി രാത്രി വണ്ടി എടുത്ത് പോകുന്ന ഒരു പ്രവണതയാണ്. ഗൾഫിലുള്ള നമ്മുടെ മക്കളും ഇവരൊക്കെ ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പൊ തുടർന്നത്. ഇന്ത്യ ഇപ്പൊ റിസർച്ച് ഇതിന്റെ ബന്ധപ്പെട്ട റിസർച്ച് കോഴ്സ് ഒക്കെ നോക്കുമ്പോൾ വളരെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതിൽ ലോകത്തെ കൂടുതൽ സ്ലീപ്പ് ഡിപ്രവേഷൻ ഉള്ള ഒരു കൺട്രി ആയിട്ടാണ് ഇന്ത്യയും കാണുന്നത്. അപ്പൊ ഈ ഒരു നീശ് വളരെയധികം സാധ്യതകളും തുറന്നു വെക്കുന്ന ഒരു നീശ് കൂടിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു രംഗത്ത് ഒരു എക്സ്പേർട്ടായി ഒരു അതോറിറ്റിയായി മാറാൻ കഴിയട്ടെ. അത് കൂടുതൽ ഇനിയും ഇതല്ലാത്ത ബന്ധപ്പെട്ട സബ്ജക്ട്സിലുള്ള പുസ്തകങ്ങൾ എഴുതാനും
ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കൂടുതൽ ഉയരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ. നിങ്ങളോടൊപ്പം ഇന്ന് ചെലവഴിക്കാൻ സാധിച്ചതിനും വളരെ വിശിഷ്ടരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങളും അറിവുകളും കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിനൂർ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക് വളരെ നന്ദി. നമ്മോട് അടുത്തതായി സംസാരിക്കുന്നത് ഓദറും ട്രെയിനറുമായിട്ടുള്ള ഫൈസി സെയ്ദ് ഇബ്രാഹിമാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫൈസി എല്ലാവർക്കും സെയ്ദ് ഇബ്രാഹിം. പുസ്തകം എഴുതണം എന്ന ആഗ്രഹമുണ്ടാവും. അതൊരു ബക്കറ്റ് ലിസ്റ്റിൽ ആയിരിക്കും. പക്ഷെ ഇന്ന് റിലീസ് ചെയ്ത പുസ്തകം, അതായത് ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകം ഗാഢമായ ഉറക്കം നേടിയെടുക്കാനുള്ള 100 വഴികൾ, ഒരു പ്രകാശനം മാത്രമല്ല ഇവിടെ നടന്നത്. അനേകം ആളുകളുടെ ഉറക്കം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അനേകം ആളുകൾക്ക് ഇതൊരു പരിഹാര മാർഗമായിരിക്കും എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ലോകത്ത് പണമുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സമാധാനപൂർവമായ ഉറക്കം നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു സാഹചര്യത്തിലാണ്. വളരെയധികം സന്തോഷം ഈ ഒരു പുസ്തകത്തിന്റെ ഭാഗമാകാനായിട്ട് സാധിച്ചു. അതായത് ടൈപ്പിംഗ്, ഡിസൈനിങ് മുതൽ പ്രിന്റിംഗ് വരെ ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് ഉറക്കം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തന്നെ മാറും എന്നുകൂടി ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഹാരിസ് പി ഒറ്റപ്പാലത്തിന് നേർന്നു കൊള്ളുന്നു. താങ്ക് യു ഫൈസി സെയ്ദ് ഇബ്രാഹിം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് KNM സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് ചെമ്പനാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ സ്പീക്കർ മുഹമ്മദ് ഫൗസി, ഹാരിസിന്റെ പിതാവ് അസീസ് സുല്ലമി, അതേപോലെ തന്നെ അബ്ദുൽ ഖയ്യൂം ബുസ്താനി, മറ്റേ എൻ്റെ സുഹൃത്തുക്കൾ, ധാരാളം ആദരണീയരായിട്ടുള്ള എൻ്റെ സഹോദരിമാരെ, വളരെ സന്തോഷമുണ്ട് ഇന്നിങ്ങനെയുള്ള ഒരു ചടങ്ങിൽ എൻ്റെ സുഹൃത്ത് H4U അക്കാഡമിയിലെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള ഹാരിസിന്റെ ഒരു ഗാഢമായ ഉറക്കം നേടിയെടുക്കാൻ 100 വഴികൾ എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ പങ്കെടുക്കാൻ എനിക്കും സാധിച്ചതിൽ ഇതിന്റെ സംഘാടകരെയും അള്ളാഹുവിനെയും ഞാൻ സ്തുതിക്കുകയാണ്. ഏതായാലും വളരെ നല്ല രീതിയിൽ നമ്മുടെ വിവിധ രീതിയിലുള്ള പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാൻ സാധിച്ചു. ഞാൻ ജിദ്ദയിൽ നിന്നാണ്. എൻ്റെ പേര് അബ്ബാസ് ചെമ്പൻ, ഇവിടെ പറഞ്ഞല്ലോ. ജിദ്ദയിൽ ഹാരിസ് ഉണ്ടായ സമയത്ത് കൂടെ കഴിയാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുകയും ജിദ്ദയിലുള്ള അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും ഒന്നിച്ച് അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഹാരിസുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ് വളരെ അധികം ഉറക്കം ഇന്ന് ഉറക്കത്തിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, ഗാഢമായ ഉറക്കമാണ്. ആ ഗാഢമായ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എപ്പോഴും കൂർക്കം വലിക്കുന്നവർക്ക് ഗാഢമായി ഉറങ്ങാൻ പറ്റില്ല. അതേപോലെ അതിനൊക്കെ പരിഹാരം ഈ 100 ഇനത്തിൽ ഹാരിസ് പ്രധാനമായിട്ട് സൂചിപ്പിക്കും എന്ന് ഞാൻ പറയാണ്. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായത്തിൽ അവസാനം പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു വസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിനെ വിശ്വസിക്കുകയും അതേപോലെ തന്നെ ക്ഷമ കൈകൊള്ളുകയും ക്ഷമ ഉൾക്കൊള്ളുകയും, ക്ഷമ അവനോട് സ്വന്തത്തിനോടും അതേപോലെ തന്നെ മറ്റുള്ളവരോടും, അതേപോലെ തന്നെ ആ ക്ഷമ ആയത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് വിജയമാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ പറയും. ഇതിനൊക്കെ വലിയൊരു പരിഹാരമാണ്. ഏതായിരുന്നാലും ഹാരിസ് ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഇതൊരു നമ്മുടെ കയ്യിൽ ലഭിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മുടെ എത്തുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള സാധിക്കുകയും ചെയ്യും. അബ്ദുൽ ഖയ്യൂം ബുസ്താനി പറഞ്ഞു, സൂറത്ത് ഖുർആന്റെ ഡയറക്ടറുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഉറക്കം എന്ന് പറയുന്നത് മരണം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു, രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉണരുകയാണ്. ഈ മരണത്തിൽ നിന്ന് എനിക്ക് വീണ്ടും ജീവിതം തന്ന
റബ്ബിന് സ്തുതി എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ എണീക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ചെയ്യേണ്ട എല്ലാ പാവങ്ങളും ഈ ഒരു പബ്ലിഷ് ഡേക്ക് വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്ദി പ്രിയപ്പെട്ട അബ്ബാസ് സാഹിബ്, താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക്. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലൂടെ എല്ലാവർക്കും ഗാഢമായ ഉറക്കം സാധ്യമാകട്ടെ എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഷബീർ CV ആണ്. സീനിയർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ കൂടിയായിട്ടുള്ള ഷബീർ CVയെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പൊ ഇതിൽ എനിക്ക് പരിചയമുള്ള മുഖം ഹാരിസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യമായി നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു. ഇതിൽ കുറെ വ്ളോഗർ ഉണ്ട്, ഫൗണ്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇതിൽ സംസാരിക്കുന്നത്. ഞാൻ ഹാരിസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷബീർ. ഖത്തറിൽ 14 വർഷമായിട്ട് ഇപ്പൊ ഖത്തറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു ലാസ്റ്റ് 3 വർഷമായിട്ടുള്ള ഹാരിസ് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഹാരിസിൽ ഞാൻ കണ്ട ക്വാളിറ്റി, ഹാരിസ് അധികം സംസാരിക്കുന്ന വ്യക്തിത്വമല്ല, നല്ലൊരു ഒബ്സർവർ ആണ് ഹാരിസ്. നമ്മളിപ്പോ ജോബ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും ഹാരിസിന്റെ അടുത്ത് ഹാരിസ് ഒരു ഓട്ടോകാഡ് ഓപ്പറേറ്ററാണ്. അപ്പൊ എനിക്ക് ഡ്രോയിങ്സിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ അത് പരിഹരിച്ച് എല്ലാം കറക്റ്റ് ആക്കി തരും. അങ്ങനെയുള്ള ഒരു ഹാരിസ് ഇങ്ങനെ ഈ വളരെ യാദൃശ്ചികമായി ഒരു 2 ആഴ്ച മുന്നെയാണ് ഞാൻ ഹാരിസിന്റെ ഒരു സ്റ്റാറ്റസ് കാണാനിടയാണ്. അപ്പൊ ഞാൻ ഹാരിസിനോട് പറഞ്ഞു, ഹാരിസ് നീ ആള് കാണുന്ന പോലെ ഒന്നല്ലല്ലോ, ആള് സൈലന്റ് ആണെങ്കിലും കയ്യിൽ വരുന്നുണ്ടല്ലേ, ആ രീതിയിൽ സംസാരിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഹാരിസ് ഇങ്ങനെ. പിന്നെ ഞാൻ ഹാരിസിന്റെ സ്റ്റാറ്റസ് കണ്ടിന്യൂസ് കാണാൻ തുടങ്ങി. അങ്ങനെ യാദൃശ്ചികമായിട്ട്, കാരണം ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഇന്നിപ്പോ നിങ്ങൾ മുന്നിലിരിക്കുന്നത് വെറും 3 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വീക്കെൻഡാണ്. അപ്പൊ ഇന്നലെ നൈറ്റ് സിസ്റ്റർ വീട്ടിൽ പോയി അവിടുന്ന് എല്ലാം കുറെ ഇരുന്ന് സംസാരിച്ചു. ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ ഞങ്ങൾ രാത്രി ചൂടേറിയ ഇലക്ഷൻ ചർച്ചകളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നു, ഉറങ്ങി. പിന്നെ അലാം വെച്ചിട്ടുണ്ടായിരുന്നു 6 മണിക്ക് എണീക്കണം. വൈഫിനോടും പറഞ്ഞു 6 മണിക്ക് വിളിക്കണം എന്നെ, കാരണം 7 മണിക്ക് ഹാരിസിന്റെ പ്രോഗ്രാം ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നീറ്റ് വന്നിരുന്നതാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ ഹാരിസിന്റെ ജീവിതത്തിൽ ഇരട്ടി മധുരം. അവന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുപോലെ തന്നെ അവന്റെ ദീർഘകാലമായ ഒരു സ്വപ്നമായിരിക്കാം ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ആ ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഉറക്കത്തിന്റെ ആവശ്യകതകളെ പറ്റി ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചു. ഞാൻ നന്നായി ഉറങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഡോക്ടർ അനിത പറഞ്ഞ പോലെ ക്വാളിറ്റി സ്ലീപ്പ്, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഉറങ്ങും, ഞാൻ 6 മണിക്കൂർ ഇറങ്ങി, 7 മണിക്കൂർ ഇറങ്ങി. പക്ഷെ നമ്മളോട് ചോദിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിറ്റി സ്ലീപ്പ് ആണോ എന്നത്. കാരണം ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടെങ്കിലേ ആ ഒരു ഗാഢമായ ഉറക്കം, അതാണ് മനുഷ്യന് വേണ്ടത്. നമ്മൾ നാട്ടിൽ വാഹനങ്ങൾ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ടതാണ് ഉറക്കം. ഉറക്കമില്ലാതെ നമ്മൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാടാ വണ്ടി ഇടിച്ചത് ചോദിക്കുമ്പോൾ അവർ പറയും, അടാ ഉറങ്ങിപ്പോയി വണ്ടി ഓടിക്കുമ്പോൾ, അങ്ങനെയാണ് അവന് മരിച്ചത്. അതാണ് അതിന്റെ കാരണങ്ങൾ. അതുപോലെ നമ്മൾ ഈ മൊബൈൽ ഫോൺ, ഇപ്പൊ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, അത് ബാറ്ററി ലോ ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. കാരണം എന്താ, ബാറ്ററി ലോ ആണ്, ഇനി നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഷട്ട് ഡൗൺ ആയി പോവാം. അതുപോലെ മനുഷ്യന്റെ ഒരു ഊർജം, നമ്മൾ രാവിലെ മുതൽ എണീറ്റ് ഉറങ്ങുന്നത് വരെ നമ്മുടെ ഊർജം നഷ്ടപ്പെട്ട് നമ്മുടെ ശരീരത്തെ റീചാർജ് ചെയ്യലാണ് ആ ക്വാളിറ്റി സ്ലീപ്പ്. അത് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ ആ ഉറക്കത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് നമ്മൾ ഫുൾ എനർജി ആയി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് നല്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു വേളയിൽ ഇവിടെ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഹാരിസിന്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. അതിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരു അഭിമാനമായും എൻ്റെ ഒരു ഭാഗ്യമായും ഞാൻ കരുതുന്നു. അവസാനമായി നമ്മൾ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കണം, നല്ല ഒരു രാത്രി ഉറക്കമാണ് ഒരു ജീവിതത്തിന്റെ അടിത്തറ. നന്ദി, നമസ്കാരം. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഒരു കാര്യം കൂടി, ഫൗസി നിങ്ങൾ പൊളി. താങ്ക് യു. വളരെ നന്ദി ഷബീർ, താങ്കളുടെ നല്ല വാക്കുകൾക്ക്. ഞാൻ ഇന്നലെ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോ പിന്നെ ഹാരിസിനോട് ചോദിച്ചിരുന്നു, ഒരു 1.5 മണിക്കൂറൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ആളുകളുമായിട്ട് സംവദിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ഈ തുടക്കത്തിലുള്ള എല്ലാ ആളുകളും ഇപ്പോഴും ഇതിലുണ്ട്. അത് മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഒരു പ്രാധാന്യം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് രചിച്ചിട്ടുള്ളതെന്ന് അതിൽ കൂടി നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കി തരും. തീർച്ചയായിട്ടും വളരെ നന്ദി താങ്കളുടെ വാക്കുകൾക്ക്. അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കുന്നത് RIC എക്സിക്യൂട്ടീവ് മെമ്പർ റിയാദ്, സൗദി അറേബ്യയിൽ നിന്ന് അബ്ദുൾ റസാഖ് സാഹിബാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന സുഹൃത്ത് ഹാരിസ്
മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അബ്ദുൾ റസാഖ് റിയാദിൽ നിന്നാണ്. ഹാരിസ് റിയാദിലുള്ള സമയത്ത് എന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹാരിസിനെ കുറിച്ച് പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ഒബ്സർവർ എന്നതിലുപരി ഞാൻ മനസ്സിലാക്കുന്ന ഭയങ്കര കഠിന പ്രയത്നമാണ്. അദ്ദേഹം കാണുന്ന കാഴ്ചകളും അദ്ദേഹം പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ നന്നായി ഒബ്സർവ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാൻ വളരെ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ലക്ഷ്യം ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിംഗ് ആണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വർത്തമാന കാല സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം. നമുക്കറിയാം, ഉറക്കം എന്നത് നമ്മുടെ പകലിൽ കാണുന്ന കാഴ്ചകളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും എല്ലാം തന്നെ രാത്രി നമ്മുടെ ഉറക്കത്തിലാണ്. അതെല്ലാം നമ്മുടെ ഭൗതിക മെമ്മറിയിൽ നിന്ന് നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് വേണ്ടതെന്താണ് വേണ്ടാത്തതെന്താണ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നല്ലതെന്താണ് ചീത്ത എന്താണ്, ഇതെല്ലാം വിവച്ഛേദിച്ച് വേർതിരിച്ച് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആവശ്യമായതെല്ലാം നൽകുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. അതിന് ഖുർആൻ വിശേഷിപ്പിച്ചത് ഉറക്കത്തെ ഞാൻ നിങ്ങൾക്ക് വിശ്രമവേളയാക്കി തന്നില്ലയോ എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ വല്ലാത്ത ഈ സോഷ്യൽ മീഡിയകളും ഫേസ്ബുക്കും എല്ലാം ആയിക്കൊണ്ട് ആളുകൾ ഉറക്കത്തെ കളയുകയും രാത്രിയെ സജീവമാവുക. ഇന്നൊക്കെ നാട്ടിലെ അവസ്ഥ, നാട്ടിൽ ചൂടായതുകൊണ്ട് തന്നെ നാട്ടിൽ ഇന്നെല്ലാവരും പുറത്തിറങ്ങുന്നത് വൈകിട്ടാണ്, ഭക്ഷണം കഴിക്കുകയാണ്. തെരുവോരങ്ങളിലെല്ലാം ഫുഡ് കോർണറുകളാണ്. എല്ലാവരും ഫുഡ് കോർണറിൽ പോയിട്ട് രാത്രി വളരെ വൈകി ഭക്ഷണം കഴിച്ച് വളരെ വൈകി വന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന് ഉറക്കത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇത്തരത്തിലൂടെ ഇറങ്ങാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതുവാനും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്ഷണിച്ചതിന് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു റസാഖ് സാഹിബ്. ഞാൻ ഈ ഹാരിസിനെ വളരെ അടുത്ത കാലത്താണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ പരിപാടിയുടെ ഒരു മൂലയിൽ കൂടുതലൊന്നും സംസാരിക്കാതെ വളരെ ഒരു സൗമ്യമായ ഒരു പുഞ്ചിരിയോട് കൂടിയിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് ഇടപഴകിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലും അദ്ദേഹത്തിന്റെ ഒരു കാലിബറും എല്ലാം മനസ്സിലായത്. രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എനിക്കത് മനസ്സിലാക്കി തന്നത്. ഒന്ന്, നമ്മൾ ഈ ആധുനിക ലോകത്ത് ആളുകളുമായി സംവദിക്കാൻ, അവരുമായി തുറന്ന് സംസാരിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കണം. അപ്പോഴേ നമുക്ക് അവരുടെയൊക്കെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോത്സാഹനവും നൽകാൻ കഴിയുള്ളൂ. രണ്ടാമതായി, ഈ ഒരു ഗാഢമായ ഉറക്കത്തിന്റെ പ്രാധാന്യം തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാനും ആ ഒരു നല്ല ലോകവുമായി മുന്നോട്ട് പോകാനും ഈ ഒരു ഉറക്കത്തിനുള്ള ഒരു പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അറിവിലുള്ള ആളുകളിലേക്കും എത്തിക്കണം എന്നുകൂടി കൂട്ടത്തിൽ ചേർക്കുന്നു. കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ആളുകളുമായി ഒരു ഫോൺ സംഭാഷണത്തിന് പുറമെ നേരിട്ട് സംസാരിക്കാനുള്ള ആ ഒരു തലം കൂടി തുറന്ന് സൃഷ്ടിക്കപ്പെടണം എന്നുകൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. ഇനി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി H4U അക്കാദമിയുടെ കോഫൗണ്ടറും നമ്മുടെ ഹാരിസിന്റെ ഭാര്യയുമായിട്ടുള്ള അനിയ കെ സിദ്ദീഖാണ്. അവരെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് അള്ളാഹുവിനോട് നന്ദി പറയാണ്. ഹാരിസ് ഒറ്റപ്പാലം രചിച്ച ഗാഢമായ ഉറക്കം നേടിയെടുക്കാൻ 100 വഴികൾ എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ഇത്രയും ഭംഗിയായി നടത്താൻ സഹായിച്ച എല്ലാവരോടുമുള്ള കടപ്പാട് അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച് ഫറൂഖ് സൻസിക്കും സിസ്റ്റം ഡിജിറ്റൽ ലീഡർഷിപ്പ് മെന്റർ പ്രവീൺ കാൽവിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം ലോക കേരള സഭ അംഗം അബ്ദുറൌഫ് കൊണ്ടോട്ടി, പുസ്തകത്തിന് അവതാരിക എഴുതിയ നാച്ചുറൽ ഹീലിംഗ് കോച്ച് ഡോക്ടർ ബിനു ശങ്കർ, പുസ്തകത്തിന് ആശംസ എഴുതിയ അലർജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലിജോ, ഡയറ്റീഷ്യൻ അനിത KP, ഫാമിലി ഹെൽത്ത് അഡ്വൈസർ ഡോക്ടർ പ്രജി മേനോൻ എന്നിവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ അവതാരിക ഇവിടെ വായിച്ച് അവതരിപ്പിച്ച ഹുസ്ന ഹാരിസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹംസ PK ഉപ്പയാണ്, അവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഫിറ്റ്നസ് കോച്ച് ഷെഫീഖ് മുഹമ്മദ്, ലേൺ ദി ഖുർആൻ ഡയറക്ടർ അബ്ദുൽ കയ്യൂം ബുസ്താനി, ലീഡർഷിപ്പ് വിസിബിലിറ്റി സ്ട്രാറ്റജിസ്റ്റ് റഷീദ് പള്ളിയാലിൽ, ദായി കോർഡിനേറ്റർ അബ്ദുൽ അസീസ് സുല്ലമി, സീനിയർ ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ
ഷെബി സി വി, മെക്ബ സ്റ്റോഴ്സ് ആൻഡ് കഫേ ഫൗണ്ടർ മുജീബ് ഖാദർ, RIIC എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ്, ഓദർ ഉദിനൂർ മുഹമ്മദ് കുഞ്ഞി, ഓദർ ആൻഡ് ട്രെയിനർ ഫൈസി സെയ്ദ് ഇബ്രാഹിം, KNM സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് ചെമ്പൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫിറ്റ്നസ് കോച്ച് സഫ മജീദ് എന്നിവർ ഈ പ്രോഗ്രാമിന് മഹനീയ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. അവരുടെ എല്ലാ വാക്കുകൾക്കും നന്ദി. ഈ പ്രോഗ്രാം ഇത്ര മനോഹരവും ആകർഷകവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത മുഹമ്മദ് ഫൗസിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടി ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്ന കുറെ മാന്യ ശ്രോതാക്കളുണ്ട്. അവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു.